സോളോ ലെവലിംഗ് സീസൺ 2 എപ്പിസോഡ് നമ്പർ 12 നമുക്ക് വേഗം പോകാം. ഞാൻ സാം ആൻഡ് വെൽക്കം ടു സാം കുക്ക് ടോക്സ്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ട് ജിനോയ്ക്ക് അങ്ങനെ അവസാനം എസ് റാങ്ക് ലൈസൻസ് കിട്ടുന്നു. ഇവിടെ സാഹചര്യങ്ങൾ കാരണം ലെയ്മിൻസിംഗിന്റെ ഓഡിയൻസ് സങ് ജിനോയിലോട്ട് വേഗം തിരിയുന്നു. ജിനോ സ്വന്തമായ ഒരു ഗിൽഡ് തുടങ്ങാൻ പോകുന്ന കാര്യവും അതുപോലെ വോയിസ് ഗിൽഡ് മാസ്റ്ററായി താൻ ചേരാൻ പോകുന്ന കാര്യവും ജിനോ അവന്റെ ഫാദറിനോട് പറയുന്നു. ഇത് കഴിഞ്ഞ കഥ ജിനുവിന്റെ അടുത്തോട്ട് പോകുന്നു. ജിനോയുടെ റിപ്പോർട്ടേഴ്സ് പല പല ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമുക്ക് കാണാം. സർവൈലൻസ് ടീം അവരെല്ലാം തടയാൻ തന്നെ വളരെയധികം പാടുപെടുകയായിരുന്നു. ഇവിടെ ബേക്കിനോ ജിനോയുടെ തോളിൽ കൈവച്ച് പറയുന്നു, മിസ്റ്റർ സങ്, താങ്കളെ ഞാൻ വീട്ടിലേക്ക് വിട്ടേക്കാം. ഇവരോട് സംസാരിച്ച് നല്ല ഉള്ള എനർജിയോടെ പോത്തേ ഉള്ളൂ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ജിനോ ബൈക്കിന്റെ കയ്യിൽ നിന്ന് മാഞ്ഞു പോകുന്നു. നമുക്ക് കാണാൻ കഴിയും ജിനോ എല്ലാവരെയും കണ്ണു വെട്ടിച്ച് പുറകിലെത്തുന്നതായിട്ട്. ഈ ഒരു ഔട്ട്കം ജോയ് ജോങ് എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ ബൈക്ക് യുനോയ്ക്ക് ഇത് വിശ്വസിക്കാനേ പറ്റിയില്ല. ബൈക്ക് മനസ്സിൽ പറയുന്നു, ഇത്രയും ഫാസ്റ്റോ അവനെ എനിക്ക് കാണാൻ പോലും പറ്റിയില്ല. അവൻ സ്ട്രോങ് ആണെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഇത് സ്ട്രെങ്ത്തിന്റെ കാര്യം മാത്രമല്ല, അവന്റെ മാനയും വളരെ ഇന്റൻസ് ആണെന്ന് എനിക്ക് ഇവാലുവേഷൻ റൂമിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത് അങ്ങനെ ആവാൻ വഴിയില്ല. കഴിഞ്ഞ പ്രാവശ്യം അവൻ ഇത്രയും സ്ട്രോങ് അല്ലായിരുന്നു. അപ്പോൾ അവൻ റീഅവേക്കൻഡ് ആയതല്ല. തീർച്ചയായും ഈ ഹണ്ടറിന് അപ്പോൾ ലെവലപ്പ് ആകാൻ പറ്റുമോ? ഇതേ സമയം കൊറിയയിലെ 10ാമത്തെ എസ് റാങ്ക് ഹണ്ടറിനെ കുറിച്ച് ലോകത്തെ മിക്കവരും അറിഞ്ഞു കഴിഞ്ഞിരുന്നു. ജിനുവിന്റെ ഫാദർ കാരണം ഹോസ്പിറ്റലായ വൈൻ ഡോങ്സോങ്ങിന് ഇത് കണ്ടപ്പോൾ വിശ്വസിക്കാനേ പറ്റിയില്ല. ജിനു എപ്പോഴും ജീവനോടെയുള്ള കാര്യം അറിഞ്ഞ് അവന് ദേഷ്യം വരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ജിനുവിന്റെ അടുത്തോടെ തന്നെ പോകുന്നു. തന്റെ എസ് റാങ്ക് ലൈസൻസ് കിട്ടിയത് കാരണം തന്നെ ജിനുവിന് ആർട്ടിഫാക്റ്റിന്റെ ഷോപ്പിൽ നിൽക്കുന്നതായി നമുക്ക് കാണാം. നമുക്ക് മനസ്സിലാകാൻ കഴിയും ജിനു ഓർബ് ഓഫ് അവാരിസ് വിൽക്കാനായി ഇവിടെ വന്നതായിരുന്നു. ഈ ഒരു ഓർബിന്റെ പ്രത്യേകത ഉപയോഗിക്കുന്നവന്റെ പവർ 2 മടങ്ങായി ഉയർത്തുമായിരുന്നു. പക്ഷെ ജിനുയുടെ ഈ ഒരു ആർട്ടിഫാക്റ്റ് കണ്ടിട്ട് ഡീലറിന് വിശ്വസിക്കാനേ പറ്റിയില്ല. അവൻ ഇതുപോലൊരു ആർട്ടിഫാക്റ്റ് ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ലെന്ന് പറയുന്നു. അയാൾ ഇത് പറഞ്ഞുകൊണ്ട് ആ ഓർബിന്റെ പവർ മെഷർ ചെയ്യാനായിട്ട് നോക്കുന്നു. മെഷീനിന് പോലും ഈ ആർട്ടിഫാക്റ്റിന്റെ പവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അയാൾക്ക് വ്യക്തമാകുന്നു ഈ ഓർബിന്റെ ആംപ്ലിഫിക്കേഷൻ 100% തന്നെയാണെന്ന് അയാൾ മനസ്സിൽ പറയുന്നു. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മിക്ക ക്രാഫ്റ്റ്മെൻസിന് പോലും 50% വരെ ആംപ്ലിഫിക്കേഷൻ തന്നെ ആർട്ടിഫാക്ട്സെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. മിസ്റ്റർ ചോയ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു വില കൊടുത്ത് ഇപ്പൊ തന്നെ ഇത് മേടിച്ചേനെ. അയാൾ ജിനുവോട് ചോദിക്കുന്നു, സർ ഞാനൊന്ന് ചോദിച്ചോട്ടെ, താങ്കൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ജിനു ഇവിടെ പറയുന്നു, എനിക്കിത് ഡഞ്ചനിൽ നിന്ന് കിട്ടിയതാ. ഇത് കേട്ട് അയാൾ സർപ്രൈസ്ഡ് ആകുന്നു. ആ ഡീലറോട് പറയുന്നു, സാറിന് വേണമെങ്കിൽ ഞങ്ങൾ ഇത് ഓപ്ഷനിൽ വെച്ചേക്കാം, ഞങ്ങൾ അതൊരു പ്രീമിയം പ്രൈസിൽ വിൽക്കാൻ സഹായിക്കാം. ഇത് കേട്ട് ജിനു ആലോചിച്ചിട്ട് മറുപടി പറയാമെന്ന് പറയുന്നു. ജിനോയ്ക്ക് അറിയായിരുന്നു ഈ ഒരു പോയിന്റ് വരെ അവൻ എത്തിയത് ഡീമൺ കാസിലിൽ പോകാൻ വേണ്ടി തന്നെയായിരുന്നു. അവന് കാസിലിലെ ഫ്ലേമുകളെ തടയാൻ ഒരു ആർട്ടിഫാക്റ്റ് വളരെ അത്യാവശ്യമായിരുന്നു. അതുപോലെ സമയം കളാതെ ഡീമൺ കാസിൽ കംപ്ലീറ്റ് ചെയ്ത് ഹോളി വാട്ടർ ഓഫ് ലൈഫ് സ്വന്തമാക്കാനായിരുന്നു അവന്റെ ലക്ഷ്യം. ജിനു ആ ഡീലറിനോട് ചോദിക്കുന്നു, ഞാൻ ഫയറിൽ നിന്നും പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ആർട്ടിഫാക്റ്റ് നോക്കുകയാണ്. ഞാൻ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്തു, പക്ഷെ കണ്ടില്ല. ഇതുപോലെ ഇരിക്കുന്ന ആർട്ടിഫാക്ട്സ് അപ്പോൾ റെയർ ആണോ? ആ ഡീലർ ഇത് കേട്ട് പറയുന്നു, നോ സർ, അങ്ങനെയല്ല. ഇതുപോലെ ഇരിക്കുന്ന ആർട്ടിഫാക്ട്സ് അങ്ങനെ വില കൂടുതലായതുകൊണ്ട് ഞങ്ങൾ ഓപ്ഷനിൽ അങ്ങനെ ഓൺലൈനിൽ വെക്കാറില്ല. ഇത് കഴിഞ്ഞ് അയാൾ ജിനുവയെ ഒരു റൂമിലോട്ട് എസ്കോർട്ട് ചെയ്യുന്നു. ജിനു ഇവിടെ പലതരത്തിലുള്ള ആർട്ടിഫാക്ട്സ് കാണുന്നു. ആ ഡീലർ ഇതേ സമയം ജിനുവയോട് ചോദിക്കുന്നു, ഇതുവരെ കണ്ടതിൽ എന്തെങ്കിലും സാറിന് ഇഷ്ടപ്പെട്ടോ? ഒരു തിന്നായിട്ടുള്ള ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനിൽ ഈ ആർട്ടിഫാക്ട്സ് എല്ലാം ഇരിക്കുന്നതാണ് ജിനു ചോദിക്കുന്നു. ഈ ആർട്ടിഫാക്ട്സ് എല്ലാം എക്സ്പെൻസീവ് അല്ലേ? പിന്നെ എന്താണ് സെക്യൂരിറ്റി ഇവിടെ ഡള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്? ഇത് കേട്ടേ ആ ഡീലർ പറയുന്നു, അല്ല സാർ, ഒരിക്കലും അല്ല. ഈ ഗ്ലാസുകൾ തിന്നാണെങ്കിലും ഇതിലും മാനയുണ്ട്. ഒരേ റാങ്ക് ഹണ്ടർ ആഞ്ഞു പിടിച്ചാലും ഈ ഗ്ലാസ് അങ്ങനെ പൊട്ടില്ല. സാറിന് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗ്ലാസ് പൊട്ടിച്ചാൽ ആ ആർട്ടിഫാക്ട് താങ്കൾക്ക് തന്നെ ഞാൻ ഓഫർ ചെയ്ത് തരാം. ജിനോയ്ക്ക് ആ ഗ്ലാസ്സിൽ നിന്ന് മാന സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും പറഞ്ഞ സ്ഥിതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായി അവൻ ഒരുങ്ങുന്നു. ഇത് കണ്ട ആ ഡീലർ ഒന്ന് പേടിക്കുന്നു. അവൻ വേഗം തന്നെ ജിനോയോട് പറയുന്നു, സർ, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ. ആക്ച്വലി സർ, താങ്കൾ ഈ ഗ്ലാസ് പൊട്ടിച്ചാൽ ഹണ്ടേഴ്സ് ഗിൽഡിന്റെ എലീറ്റ് മെമ്പേഴ്സ് എല്ലാം ഇവിടെ എത്തും. ഇപ്പോൾ ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു സെക്യൂരിറ്റി എഗ്രിമെന്റ് ഉള്ളതാ. ആ ഡീലർ ജിനോയുടെ കോൺഫിഡൻസിൽ ഞെട്ടുന്നു. അയാൾ മനസ്സിൽ ആലോചിക്കുന്നു, മേജ് ടൈപ്പ് ഹണ്ടർ ആയിട്ടും ഇതുപോലൊരു മെത്തേഡ് എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത്? ജിനോയുടെ വിഷയം മാറ്റിക്കൊണ്ട് അയാളോട് ചോദിക്കുന്നു, എനിക്ക് ട്രൈ ചെയ്യാനായിട്ട് ഇവിടെ ഡാഗർ പോലെയുള്ള വെപ്പൺസ് വല്ലതും ഉണ്ടോ? ആ ഡീലർ ഇതായിട്ട് പറയുന്നു, തീർച്ചയായും സർ. അങ്ങനെ അയാൾ വെപ്പൺസിൽ എക്സ്പേർട്ട് ആയ ഒരു അസിസ്റ്റന്റിനെ കൊണ്ട് ജിനുവയെ പരിചയപ്പെടുത്തുന്നു. ശേഷം അയാൾ അവിടുന്ന് തിരിയുമ്പോൾ ജിനു നിന്നെടുത്ത ഗ്ലാസിന് ക്രാക്ക് വീണത് കണ്ട് അയാൾ ഞെട്ടുന്നു. ജിനു ആണ് ഇതിന് പിന്നിലെന്ന് അയാൾക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. ഇതേ സമയം വെപ്പൺസ് സെക്ഷനിലെ ആ ഡീലർ ജിനുവയ്ക്ക് ഒരു ഡാഗർ കാണിച്ചു കൊടുക്കുന്നു. ജിനു ഇതിന്റെ വില ചോദിക്കുന്നു. ആ ഡീലർ 30 മില്യൺ വോൺ ആണെന്നും മറുപടി കൊടുക്കുന്നു. അവൻ ഈ ഡാഗർ കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു ഇതൊരു ബി റാങ്ക് ഡാഗർ ആണെന്നും അതുപോലെ ഈ ഡാഗർ അവന്റെ നൈറ്റ് കില്ലർ ഡാഗറിനേക്കാളും പവർ കുറവാണെന്നും. ജിനുവയ്ക്ക് ആദ്യമായിട്ട് കിട്ടിയ കാസഗാസ് വെനംഫാങ്ങിന്റെ അത്രയും തന്നെ പവറേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനുശേഷം ജിനു അവന്റെ നൈറ്റ് കില്ലർ ഡാഗർ പുറത്തെടുക്കുന്നു. ഡീലറിനെ കാണിച്ചുകൊണ്ട് അവൻ അതിന്റെ വില എത്ര ആയിരിക്കുമെന്ന് ചോദിക്കുന്നു. ആ ഡീലർ ഇവിടെ ആ ഡാഗർ കണ്ട് പറയുന്നു,
കൊള്ളാം സർ, ഈ ഒരു ഡാഗർ ഒരു മാസ്റ്റർ ഉണ്ടാക്കിയാണെന്ന് എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ ജിനു അവന്റെ മനസ്സിൽ പറയുന്നു, അല്ല, ഇത് ജസ്റ്റ് ഷോപ്പിൽ നിന്നും കിട്ടിയതാ. ഇത് കഴിഞ്ഞ ഡീലർ അറ്റ്ലീസ്റ്റ് ഇതിന്റെ വില 100 മില്യനെങ്കിലും ആയിരിക്കുമെന്ന് പറയുന്നു. ഇത് കേട്ട് ജിനു നല്ലതുപോലെ ഞെട്ടുന്നു. 2.8 മില്യൺ ഗോൾഡിനായിരുന്നു അവൻ ഇത് ഷോപ്പിൽ നിന്ന് മേടിച്ചത്. ജിനുയ്ക്ക് എപ്പോഴാണ് ജിനുവിന്റെ കാര്യം ഓർമ്മത്? തിളങ്ങുന്ന വില കൂടി ആർമറൊക്കെ ആയിട്ടായിരുന്നു അവനെ എപ്പോഴും കണ്ടിട്ടുള്ളത്. അവൻ മനസ്സിലാലോചിക്കുന്നു, ഈ ഒരു ആർമറിന് മില്യൺസിന്റെ വില ഉണ്ടായിരുന്നെങ്കിലും വലുതായി അങ്ങനെ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. ജിനു അങ്ങനെ അവസാനം ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത് ഇവിടെ വിറ്റിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്നു. ഇത് കഴിഞ്ഞ് കഥ വൈറ്റ് ടൈഗർ ഗിൽഡിലോട്ട് പോകുന്നു. ഇവിടെ ഗിൽഡ് മാസ്റ്ററായ ബൈക്ക് നോക്കുന്ന നടന്ന കാര്യങ്ങളൊന്നും മനസ്സിൽ നിന്നേ പോകുന്നില്ലായിരുന്നു. ബൈക്ക് മനസ്സിൽ ആലോചിക്കുന്നു, എന്നാലും ഒരു 100 അങ്ങനെ പറ്റുമോ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ലെവലപ്പ് ആകാൻ? കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവനെ റെഡ് ഗേറ്റിന് മുന്നിൽ വെച്ച് കണ്ടപ്പോൾ ഇത്രയും സ്ട്രോങ് അല്ലായിരുന്നു അവൻ. എനിക്കത് സെൻസ് ചെയ്യാൻ പറ്റും. ഞാൻ എന്തൊരു മണ്ടത്തരമായി കാണിച്ചേ. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരുത്തൻ സ്വന്തമായിട്ട് ഗിൽഡ് തുടങ്ങാനല്ല നോക്കത്തുള്ളൂ. അങ്ങനെ അവനൊരു ഗിൽഡ് തുടങ്ങിയാൽ ഈ രാജ്യത്തിന്റെ ബെസ്റ്റ് ആണെന്നോ സെക്കൻഡ് ബെസ്റ്റ് ആണെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അവന് ലെവലപ്പ് ആകാൻ കഴിവുണ്ടെങ്കിൽ അവന്റെ ഗിൽഡ് തന്നെ ആയിരിക്കും എപ്പോഴും നമ്പർ 1. മിസ്റ്റർ ചോയും ഞാനും വെറുതെ സമയം കളഞ്ഞത്. ഇത് കഴിഞ്ഞ കഥ ജിനുയുടെ അപ്പാർട്ട്മെന്റിന്റെ മുന്നിലോട്ട് പോകുന്നു. നമുക്ക് കാണാൻ കഴിയും റിപ്പോർട്ടേഴ്സിന്റെ വലിയൊരു തിരക്ക് തന്നെ ഇവിടെയുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജിനുയുടെ ന്യൂസ് ഇപ്പോഴും ട്രെൻഡിങ് ആണെന്ന്. ഈ തിരക്കിനിടയ്ക്ക് വൈറ്റ് ടൈഗർ ഗിൽഡിന്റെ മിസ്റ്റർ അഹാനും അസിസ്റ്റൻസും ഇവിടെ നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അവരെ ജിനുവെ റിക്രൂട്ട് ചെയ്യാൻ തന്നെ വന്നതായിരുന്നു. മിസ്റ്റർ ഹാൻ ഇവിടെ നല്ല കോൺഫിഡൻസിൽ പറയുന്നു, നിങ്ങൾ കണ്ടോ മിസ്റ്റർ, ബൈക്ക് വിട്ടുകൊടുത്താലും ഞാൻ വിട്ടുകൊടുക്കുന്ന വഴിയേ ഇല്ല. മിസ്റ്റർ സംഗിനെ ഞാൻ തന്നെ റിക്രൂട്ട് ചെയ്ത് ഗിൽഡിലോട്ട് കൊണ്ടുവരും. ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ആ അസിസ്റ്റന്റ് പറയുന്നു, ബട്ട് സർ, ഇവിടെ കുറച്ച് റിപ്പോർട്ടേഴ്സ് കൂടുതലല്ലേ, മിസ്റ്റർ സംഗ് നമ്മളെ കാണാനായിട്ട് വരുമോ? ഇത് കേട്ട് മിസ്റ്റർ അഹാൻ പറയുന്നു, സാരമില്ല, നമ്മൾ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് ഇതിന് തീരുമാനം ഉണ്ടാക്കും. ഇതേ സമയം നമുക്ക് ജിനയെ കാണാൻ കഴിയുന്നു. അവൾ പുറത്തെന്താ നടക്കുന്നത് ജനലിലൂടെ ഒളിഞ്ഞു നോക്കുകയായിരുന്നു. പക്ഷെ റിപ്പോർട്ടേഴ്സ് അവളെ വേഗം തന്നെ നോട്ടീസ് ചെയ്യുന്നു. ഫോട്ടോകൾ എടുക്കുന്നത് പേടിച്ച് അവൾ വേഗം തന്നെ ഒളിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ട് വന്ന് ജിനോ ഇവിടെ പറയുന്നു, ഞാനൊന്ന് താഴെ പോയി സംസാരിക്കണം. ജിന അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നു. ജിനോ റീവാലുവേഷൻ കഴിഞ്ഞപ്പോൾ മുതലേ റിപ്പോർട്ടേഴ്സിനെ പിടികൊടുക്കാഞ്ഞതുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഹെയ്റ്റ് വരാൻ തുടങ്ങിയിരുന്നു. ഈ കാരണം തന്നെ അവൾ അവനോട് ഇനിയും കാര്യങ്ങൾ കൊളവാക്കരുതെന്ന് പറയുന്നു. ഇതേ സമയത്ത് ആരോ ഡോറിൽ നോക്കിയെന്നായിട്ട് അവർ ശ്രദ്ധിക്കുന്നു. ഇവിടെ ജിന നല്ലതുപോലെ പേടിക്കുന്നു. ജിനോയ്ക്ക് ഒരു വിധത്തിലും മനസമാധാനം കിട്ടാത്തത് കൊണ്ട് അവൻ ദേഷ്യത്തിൽ ഡോർ തുറക്കാനായി പോകുന്നു. ഇവിടെ ജിന അവനെ തടഞ്ഞെങ്കിലും ദേഷ്യത്തിൽ അവൻ ഡോർ തുറക്കുമ്പോൾ യൂജിൻ പുറത്ത് നിൽക്കുന്നതായി അവൻ കാണുന്നു. യൂജിൻ ഇവിടെ കരഞ്ഞുകൊണ്ട് പറയുന്നു, സാർ, എന്നെ എന്റെ ഫാദർ പുറത്താക്കി. ജിനു ഇത് കേട്ട് നല്ലതുപോലെ ഞെട്ടുന്നു. ജിനു ഇത് കഴിഞ്ഞ് പറയുന്നു, നിനക്ക് സ്വന്തമായിട്ടൊരു സ്ഥലമുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് കേട്ട് ജിനു പറയുന്നു, അത് ആ ഒരു അപ്പാർട്ട്മെന്റ് എന്റെ ഫാദറിന്റെ പേരിലായിരുന്നു മേടിച്ചത്. സർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? കുറച്ചു നാളത്തേക്ക് സാറിന്റെ കൂടെ ഞാനൊന്ന് നിന്നോട്ടെ? ഇത് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് ജിനു അവന്റെ ഡോർ അങ്ങ് അടയ്ക്കുന്നു. ജിനു അതേ സമയം ആരാ പുറത്ത് വന്നതെന്ന് ചോദിച്ചെങ്കിലും ജിനു അവനെ കണ്ടിട്ടേ ഇല്ലായിരുന്നു എന്ന് പറയുന്നു. ഇവിടെ യൂജിൻ അങ്ങനെ പുറത്ത് ഡോറിലിട്ട് തട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇതേ സമയം കഥ യൂജിന്റെ ഫാദറിന്റെ അടുത്തോട്ട് പോകുന്നു. യൂജിന്റെ മോം ഇവിടെ അദ്ദേഹത്തോട് സംസാരിക്കുന്നു. നിങ്ങൾ ഇന്ന് അവനോട് കുറച്ച് ഓവറായെന്ന് തോന്നുന്നില്ലേ? ഇത് കേട്ട് അദ്ദേഹം പറയുന്നു, അവൻ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവൻ തന്നെ ആ വഴി കണ്ടുപിടിക്കണം. പക്ഷെ അതിന് പകരം അവൻ വേറൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ തീരുമാനിച്ചു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യൂജിന്റെ ഫാദറിന് എന്തോ അസ്വസ്ഥത തോന്നി കണ്ണ് തിരുമാനായി തുടങ്ങുന്നു. ചുറ്റിനുമുള്ളതും ഒക്കെ രണ്ടായിട്ട് അങ്ങനെ കണ്ട് അദ്ദേഹം മുട്ടുകുത്തി വീഴുന്നു. ഇത് കഴിഞ്ഞ് കഥ ജിനുവിന്റെ അടുത്തോട്ട് പോകുന്നു. അവൻ പുറത്തോട്ട് എവിടെയോ പോകുന്നതിന് മുമ്പ് ജിനയുടെ റൂമിൽ എത്തുന്നതിന് നമുക്ക് കാണാം. ജിനോയ്ക്ക് അവന്റെ അനിയത്തെ ആരെങ്കിലും ശല്യപ്പെടുത്തുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി അവൻ അവന്റെ ഷാഡോ സോൾജേഴ്സിനെ സമൺ ചെയ്യുന്നു. ഇവിടെ അവൻ ടസ്കിന്റെ ജനറൽസിനെ ആയിരുന്നു അവൻ സമൺ ചെയ്തത്. ഓരോ ജനറലും ഒരു എ റാങ്ക് ഹണ്ടറിന് തുല്യമായിരുന്നു. പക്ഷെ ജിനോ ഇവിടെ എക്സ്പെക്ട് ചെയ്തിരുന്ന 4 പേരെയായിരുന്നു. ബാക്കി ഒരാൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഓർക്കുകൾ മേളിലോട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അവൻ അപ്പോഴാണ് ഓർക്കുന്ന ഒരു ജനറലിനെ ഇടിച്ച് സീലിംഗിൽ കയറ്റിയിട്ട് പിന്നെ ഷാഡോ ആക്കാൻ മറന്നുപോയ കാര്യം. 2 പേരെ ബാക്കപ്പ് ആക്കി ജിനോ അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന ഹൈ ഓർക്കിനോട് അവന്റെ അനിയത്തിയെ നോക്കിക്കൊള്ളാൻ പറയുന്നു. ഇതിനുശേഷം അവൻ വീടിന് പുറത്തേക്ക് കുറെ ഷാഡോ സോൾജേഴ്സിനെ സമൺ ചെയ്യുന്നു. അവനിവിടെ ഇല്ലാത്ത സമയം ആരുടെയും കണ്ണിൽപ്പെടാതെ ഈ ഏരിയ മുഴുവൻ പെട്രോൾ ചെയ്തോളാൻ അവരോട് പറയുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജിനോയുടെ ഷാഡോസ് അങ്ങനെ ആ സിറ്റി മുഴുവനായി സ്പ്രെഡ് ആയതായിട്ട്. അതുപോലെ അവൻ ഡീമൻ കാസിലിൽ പോകുന്നതിന് മുമ്പായി ഒരു ബാക്കപ്പ് കൂടി വെക്കുകയായിരുന്നു. ജിനോ അങ്ങനെ രാവിലെ ആകുമ്പോൾ തന്നെ ഡീമൻ കാസിലോട്ട് പോകാനായി ഇറങ്ങുന്നു. നമുക്ക് കാണാൻ കഴിയും യൂജിൻ അങ്ങനെ ജിനുവയെ കൊണ്ടാക്കാനായി പോകുന്നതായിട്ട്. ഇവിടെ ജിനോ യൂജിനോട് ചോദിക്കുന്നു, നിനക്ക് ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയായിരുന്നു? യൂജിൻ എത്തിയിട്ട് പറയുന്നു, ആണ് സാർ, എനിക്കിപ്പോൾ മനസ്സിലായി ഇപ്പോഴത്തെ മോട്ടൽസ് നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന്. ഇവിടെ ജിനോ അവനോട് ഓഫീസ് സ്പേസ് കണ്ടുപിടിക്കുന്നത് വരെ അവിടെ നിൽക്കാനായി പറയുന്നു. ജിനോ മനസ്സിൽ ആലോചിക്കുന്നു, ഇവൻ സത്യത്തിൽ ഗിൽഡ് മാസ്റ്റർ പൊസിഷൻ എനിക്ക് വേണ്ടി കളയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒന്നും പറയാനും പറ്റത്തില്ല. യൂജിൻ ഇത് കഴിഞ്ഞ് പറയുന്നു, ബൈ ദ വേ സാർ, രാവിലെ തന്നെ ഡേസിംഗ് ടവറിൽ എന്താ സാറിന് ബിസിനസ്? ജിനോ അവനോട് ഇവിടെ ഒന്നും തന്നെ പറയാതെ ഡിസപ്പിയർ ആകുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ ഡീമൻ കാസലിലോട്ട് പോകുന്നു. ജിനോയ്ക്ക് ഇപ്രാവശ്യം ഡിഫിക്കൽട്ടി വളരെയധികം കൂടുമെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വളരെ പ്രിപ്പയർഡ് ആയിട്ടായിരുന്നു
വന്നത്. നമുക്ക് കാണാൻ കഴിയും ജിനോ ഡീമൺ കാസലിന്റെ ഫ്ലെയിംസിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വിൻഡർ റോബും അതുപോലെ വാട്ടർ മാജിക് ഉള്ള ഒരു റിങ്ങും കൂടെ കൊണ്ടുവന്നതായിട്ട്. ജിനോ അങ്ങനെ മുന്നിലോട്ട് നടക്കുമ്പോൾ തന്നെ സിസ്റ്റം ഒരു ക്വസ്റ്റ് അവന്റെ മുന്നിൽ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാം. ഡീമൺ കിങ് ബാരന്റെ സോള് കളക്ട് ചെയ്യുന്നതായിരുന്നു ക്വസ്റ്റ്. ഈ ഒരു ക്വസ്റ്റിന്റെ റിവാർഡ്സും വളരെയധികം ബെസ്റ്റ് ആയിരുന്നു. ടോപ്പ് ടയർ റൂൺ സ്റ്റോൺ, 30+ ബോണസ് സ്റ്റാറ്റ്സ്, അതുപോലെ അവസാനമായ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റിവാർഡും. ഈ റൂൺ സ്റ്റോണിൽ നിന്നും ഷാഡോ എക്സ്ചേഞ്ച് എന്നുള്ള സ്കില്ലും കിട്ടുമെന്ന് ജിനോ കാണുന്നു. ജിനോയ്ക്ക് ഇതുവരെയുള്ള സ്കില്ലുകൾ ഷാഡോ എക്സ്ട്രാക്ഷൻ, പ്രിസർവേഷൻ, അതുപോലെ മൊണാക്സ് ഡൊമൈൻ. നാലാമത്തെ ആ ഒരു സ്കില്ലും കൂടെ കിട്ടാൻ ജിനോ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നു. അവൻ 1 മുതൽ 75ാമത്തെ ഫ്ലോർ വരെ കഴിഞ്ഞ പ്രാവശ്യം തീർത്തതുകൊണ്ട് ഈ പ്രാവശ്യം 76ാമത്തെ ഫ്ലോറിലോട്ട് നേരെ ടെലിപോർട്ട് ചെയ്യുന്നു. സത്യത്തിൽ അവൻ അവിടെ കാലെടുത്ത് വെക്കാനായി ബീസ്റ്റുകൾ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ നമുക്ക് കാണാൻ കഴിയും ജിനോ ചെല്ലുമ്പോൾ തന്നെ ടസ്കിനെ ഫീൽഡിൽ ഇറങ്ങുന്നതായിട്ട്. ടസ്ക് വലിയൊരു ജയന്റ് ആയി മാറുന്നു. എന്നിട്ട് അവന് ജിനോ കൊടുത്ത ഓർബ് ഓഫ് അവാരസ് വെച്ച് ആ ഏരിയ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കുന്നു. ജിനോയ്ക്ക് ചെറപറ പോപ്പപ്പുകൾ വന്നുകൊണ്ടേയിരുന്നു. ടസ്കിന്റെ ഫയർ ബ്ലാസ്റ്റ് 2 മടങ്ങായി ഓർബ് ആംപ്ലിഫൈ ചെയ്തത് കൊണ്ട് തന്നെ ആ ഏരിയയിലുള്ള എല്ലാം തന്നെ ഒറ്റ നിമിഷത്തിൽ ഇല്ലാതാകും. ഇവിടെ ആ ഫ്ലോറിന്റെ ഡീമൺ ലോഡ് ഇല്ലാതായിട്ടും 2200 എക്സ്പീരിയൻസ് പോയിന്റ്സും കിട്ടുന്നതായിട്ട് ജിനോ ഞെട്ടുന്നു. അവൻ ഇതെല്ലാം കണ്ട് പറയുന്നു ഓർബ് യൂസ് ചെയ്തുകൊണ്ട് അവന്റെ പവർ നല്ലതുപോലെ കൂടിയിട്ടുണ്ട്. എന്തായാലും തൽക്കാലത്തേക്ക് അവൻ തന്നെ അത് യൂസ് ചെയ്യട്ടെ. നമുക്കിത് കഴിഞ്ഞ് അവന്റെ സ്റ്റാറ്റ്സ് കാണാൻ കഴിയുന്നു. നിരവധി മാറ്റങ്ങളും അതുപോലെ ലെവൽ 81 ആയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് കഴിഞ്ഞ കഥ യുജിന്റെ ഫാദറിന്റെ അടുത്തോട്ട് പോകുന്നു. അദ്ദേഹം എമർജൻസി സെന്ററിൽ അഡ്മിറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്കിവിടെ ഈ ഡോക്ടറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം അഡ്മിറ്റ് ആയിട്ട് 2 ദിവസമായി എന്ന്. ഇവിടെ യുജിന്റെ ഫാദറിന് ഇത് ബോധം വന്നപ്പോൾ വിശ്വസിക്കാനേ പറ്റിയില്ല. അദ്ദേഹം പറയുന്നു ചിലപ്പോൾ എനിക്ക് നല്ല ക്ഷീണം കാണും, അല്ലാതെ വേറെ എന്താവാനാ. ഇത് കേട്ടേ ആ ഡോക്ടർ പറയുന്നു സാർ എന്നോടൊരു കാര്യം പറ, താങ്കളുടെ അടുത്തായിട്ട് വല്ല ഹണ്ടറോ അല്ലെങ്കിൽ അവേക്കൻഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇത് കേട്ട് ജിനുവിന്റെ ഫാദർ സർപ്രൈസ്ഡ് ആകുന്നു. ഇങ്ങനെ ഒരു ചോദ്യം പെട്ടെന്ന് ചോദിക്കാൻ കാരണം എന്താണെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇവിടെ ആ ഡോക്ടർ പറയുന്നു താങ്കൾ എറ്റേണൽ സ്ലംബർ എന്ന് നേരത്തെ കേട്ടിട്ടുണ്ടോ? ജിനുവിന്റെ ഫാദർ ഇത് കേട്ട് ഞെട്ടുന്നു. എറ്റേണൽ സ്ലംബർ എന്നേക്കുമായി രോഗിയെ കോമയിലാക്കുന്ന ഒരു ഡിസീസ് ആയിരുന്നു. ഈ ഒരു അഗാധമായ നിദ്രയിൽ ദിനം പ്രതി പേഷ്യന്റിന്റെ ലൈഫ് ഫോഴ്സ് ഡ്രെയിൻ ആയിക്കൊണ്ടേയിരിക്കും. മാന കൊണ്ട് റൺ ചെയ്യുന്ന ലൈഫ് സപ്പോർട്ട് ഡിവൈസുകൾ പേഷ്യന്റിനെ മരിക്കാതെ നോക്കും. പക്ഷേ വേറൊരു പ്രതിവിധിയും ഈ ഒരു കണ്ടീഷൻ ഇല്ലായിരുന്നു. ഡോക്ടർ ഇതെല്ലാം ഓപ്പൺ ആയിട്ട് അദ്ദേഹത്തോട് പറയുന്നു. യൂജിന്റെ ഫാദർ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ ഹണ്ടേഴ്സുമായി ഇതിനെന്താ ബന്ധമെന്ന് ചോദിക്കുന്നു. ഡോക്ടർ ഇവിടെ പറയുന്നു എറ്റേണൽ സ്ലംബറും മാനയുമായി നല്ല ബന്ധമുണ്ട്. മിക്കവർക്കും മാന ടോളറേറ്റ് ചെയ്യാൻ കഴിവുണ്ട്, എന്നാൽ ഇത് പറ്റാത്തവരും ഈ ലോകത്തുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഈ രോഗം പിടിപെടുന്നത്. കുറെ നാളായി ഉണ്ടായ മാന എക്സ്പോഷർ ചിലപ്പോൾ ഈ ഇടയ്ക്ക് ട്രിഗർ വന്നിട്ടുണ്ട്. താങ്കൾ ഇനി മുതൽ എസൻസ് സ്റ്റോൺസും മാന ക്രിസ്റ്റൽസും അതുപോലെ മാന ഉള്ളവരിൽ നിന്ന് ദൂരെ ആയിരിക്കണം. മിസ്റ്റർ യു, താങ്കളുടെ ഫാമിലിയിൽ ഒരു ഹണ്ടർ ഉണ്ടോ? യൂജിന്റെ ഫാദറിന് ഇതെല്ലാം കേട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഹണ്ടേഴ്സ് ദിനം പ്രതി വളരുന്ന ഈ ലോകത്ത് ഇങ്ങനൊരു രോഗത്തിന് നാച്ചുറൽ വിക്ടിം ആവുന്നത് അദ്ദേഹത്തിന് സഹിക്കാനേ പറ്റുന്നില്ലായിരുന്നു. ശേഷം മിസ്റ്റർ യു പറയുന്നു ഡോക്ടർ ഞാൻ തോറ്റിട്ടില്ല, ഞാൻ അങ്ങനെ തോൽക്കില്ല. ഇത് കഴിഞ്ഞ കഥ ജപ്പാനിന്റെ അടുത്തുള്ള ഒരു ഐലൻഡിലോട്ട് പോകുന്നു. നമുക്ക് കാണാൻ കഴിയും ഈ കടൽ തീരത്ത് ഒരു ആൻഡ് മോൺസ്റ്റർ ഇപ്രാവശ്യം ജീവനോടെ കാലുകുത്തുന്നതായിട്ട്. ചിറകുള്ള ഈ ജീവി അങ്ങനെ കരയിലോട്ട് കയറി പോകുന്നു. ഇതേ സമയം അടുത്തുള്ള ടൗണിലെ 2 ഹണ്ടേഴ്സ് രാവിലെ പെട്രോളിംഗ് ചെയ്യുകയായിരുന്നു. നെയ്ബേഴ്സ് കാണുന്നവരവരെ ഗ്രീറ്റ് ചെയ്തു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ആർമർ ഇട്ട ഡി റാങ്കറായ മിസ്റ്റർ നഗാവ പുതിയ ഈ റാങ്ക് ഹണ്ടറിന് അവരുടെ ചെറിയ ടൗൺ ചുറ്റി കാണിക്കുകയായിരുന്നു. ചെറിയൊരു ടൗൺ ആയതുകൊണ്ട് അവർ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹണ്ടേഴ്സ് ആയിട്ട്. ഇവരുടെ ജോലി ടൗണിലെ എല്ലാവരുമായി സഹകരിച്ച് ഒരു ഗേറ്റ് ഓപ്പൺ ആയാൽ വേഗം തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു. മാനാമീറ്റർ വെച്ച് ഗേറ്റ് സെൻസ് ചെയ്ത് വേഗം തന്നെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഈ ചെറിയ ടൗൺ മുഴുവനായി ഇല്ലാതാകും. 3 ദിവസമെങ്കിലും എടുക്കും ഒരു ബാക്കപ്പ് വരാനായിട്ട്. ഇതെല്ലാം പുതിയ പയ്യനെ മിസ്റ്റർ നഗാവ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ അവർക്ക് നേരെ വരുന്നതായി അവർ ശ്രദ്ധിക്കുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ ഡീമൺ കാസ്റ്റലിലോട്ട് പോകുന്നു. പല ബീസ്റ്റുകളും താഴെ ചെതറിക്കിടക്കുന്നത് നമുക്ക് കാണാം. ജിനോയുടെ ഇന്റലിജൻസ് സ്റ്റാറ്റ്സ് കൂടിയതുകൊണ്ട് പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന ഷാഡോസിന്റെ എണ്ണവും കൂടിയിരുന്നു. ജിനോയ്ക്ക് ഈ ബീസ്റ്റുകളുടെ ഷാഡോകൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അവന് വലിയൊരു ആർമി തന്നെ ഉണ്ടാവേണ്ട സമയം കഴിഞ്ഞിരുന്നു. ഇവിടെ ഷാഡോകളെല്ലാം ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന സമയം കളയലായതുകൊണ്ട് എല്ലാവരെയും അവൻ സ്പ്ലിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 6 ഗ്രൂപ്പുകളായി അവൻ അവന്റെ ഷാഡോകളെ തിരിക്കുന്നു. ഹൈ ഓർക്കുകളുടെ ടസ്ക് ടീം, ഇഗ്രസിന്റെ ടീം, അയണിന്റെ ടീം, ടീം എയും ബിയുമായി ഹൈ ഓർക്കുകൾ, പിന്നെ അവസാനം ഐസ് ബിയേഴ്സിന്റെ ടാങ്ക് ടീം. ജിനോ ഈ ടീമുകൾക്ക് 2 ജോലി കൊടുക്കുന്നു. 1 ഏതൊരു എനിമിയെ കണ്ടാലും തീർത്ത് കളയണം. 2 നെക്സ്റ്റ് ഫ്ലോറിന് പെർമിറ്റ് വേഗം തന്നെ കണ്ടുപിടിക്കണം. അവൻ ഈ ഓർഡറുകൾ കൊടുത്ത് വേഗം തന്നെ അവരെ പറഞ്ഞു വിടുന്നു. ഇവിടെ കുറച്ച് സെക്കൻഡ്സ് കഴിയുമ്പോൾ തന്നെ ഷാഡോകൾ പണി തുടങ്ങിയതിന്റെ എക്സ്പീരിയൻസ് പോയിന്റ്സ് അവന് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ജിനോയ്ക്ക് ഇത് തന്നെയായിരുന്നു ബെറ്റർ. ചുമ്മാ ഓടി നടന്ന് കുഴയാതെ ഇവിടെ ഷാഡോകൾ നശിക്കാത്തിടത്തോളം അവന്റെ മാന തീരില്ലായിരുന്നു. ഇവിടുത്തെ അവന്റെ ലക്ഷ്യം വേഗം തന്നെ മുകളിൽ എത്തണമെന്നായിരുന്നു. അതുകൊണ്ട് അവൻ ഓരോരോ പ്ലാനുകൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് മാന മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ജിനോ ഒരു പോർഷൻ എടുത്ത് അവന്റെ മാന റിവൈവ് ചെയ്യുന്നു. കാരണം അവന്റെ മേജസ് ഈ ഫ്ലോറിന്റെ ബീസ്റ്റുകൾ ഹൈ ലെവൽ ആയതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു.
അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഡീമൺ കാസലിൽ കടന്നു പോകുന്നു. നമുക്ക് കാണാൻ കഴിയും ടാങ്കിന്റെ ലെവൽ 24 റാങ്ക് എലീറ്റുമായതായിട്ട്. ഇവിടെ ടാങ്ക് മാത്രമായിരുന്നില്ല, ജിനുവയും ജിനുയുടെ ആമിയും നല്ലതുപോലെ അപ്ഗ്രേഡ് ആയിരുന്നു. എല്ലാവരെയും സ്പ്ലിറ്റ് ചെയ്യാൻ എടുത്ത ഡിസിഷൻ വളരെ നല്ലതായിരുന്നു എന്ന് ജിനു മനസ്സിലാലോചിക്കുന്നു. ജിനുവയ്ക്ക് ഇനി 20 ഫ്ലോർ കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ 2 ദിവസമായി അവന് ഈ 80ാമത്തെ ഫ്ലോറിൽ നിന്നും മുന്നോട്ട് പോകാനുള്ള എൻട്രി പെർമിറ്റ് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ പവർഫുൾ ആയ ബീസ്റ്റുകൾ ഉണ്ടെന്ന് ജിനുവയ്ക്ക് ഉറപ്പാകുന്നു. ഇവിടെ പെട്ടെന്ന് തന്നെ എന്തോ കാരണത്താൽ ജിനുയുടെ മനം നല്ലതുപോലെ ഡ്രെയിൻ ആവാൻ തുടങ്ങുന്നു. ജിനുവ നോക്കുമ്പോൾ അയണിന്റെ ടീമിന്റെ ഭാഗത്താണ് ഫൈറ്റ് നടക്കുന്നത്. അയണിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ബീസ്റ്റുകൾ ഈ ഫ്ലോറിലുണ്ടെന്ന് അവന് വിശ്വസിക്കാനേ പറ്റിയില്ല. വീണ്ടും വീണ്ടും ഈ ബീസ്റ്റുകൾ ജിനുയുടെ ആമിയെ നശിപ്പിക്കുന്നത് കൊണ്ട് അവന്റെ മാനം നല്ലതുപോലെ ഡ്രോപ്പ് ആകുന്നു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ജിനു അവന്റെ ഷാഡോസിനെല്ലാം തിരിച്ചു വിളിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസമാകുന്നു. പല പല സർപ്രൈസ് അറ്റാക്കുകൾ കാരണം ജിനു ഇവിടെ ശ്രദ്ധിച്ച് പ്ലാൻ ചെയ്യാൻ തുടങ്ങുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ബീസ്റ്റുകൾ ഇഗ്രിസിന്റെ ടീമിനെയും തോൽപ്പിച്ചതായിട്ട്. പക്ഷെ ജിനോയ്ക്ക് ഇവിടെ എന്തോ ശരിയല്ലെന്ന് തോന്നാൻ തുടങ്ങുന്നു. കാരണം അവർ തൊട്ടടുത്തുള്ള ടസ്കിന്റെ ടീമിനെ സ്കിപ്പ് ചെയ്ത് A ടീം ഹൈ ഓർക്കുകൾക്ക് നേരെ പോയി. ജിനു മനസ്സിലാലോചിക്കുന്നു, ഇവർക്കപ്പോൾ ടസ്ക് സ്ട്രോങ് ആണെന്ന് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ ബീസ്റ്റുകൾ സ്മാർട്ടാണ്. ഹൈ ഓർക്ക് B ടീമിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്തത് ടാങ്കിന്റെ ടീം ആയിരിക്കും വരാം. ജിനു ഇവിടെ വേഗം കെമോഫ്ലേജിൽ ടാങ്കിന്റെ ടീമിനെ ടെയിൽ ചെയ്യുന്നു. നമുക്കിവിടെ കാണാൻ കഴിയുന്ന ജിനുയുടെ ഊഹം ശരിയായിരുന്നു. ഒരു ഡീമൺ നോബിളും 3 ഡീമൺ നൈറ്റ്സും ടാങ്കിന്റെ ടീമിനെ നേരെ വരുന്നത് അവൻ കാണുന്നു. ടാങ്ക് അവരെ കണ്ട് റോർ ചെയ്യാൻ തുടങ്ങുന്നു. ഇവിടെ പെട്ടെന്ന് ഒരു ഡീമൺ നൈറ്റ് ടാങ്കിന് നേരെ കുതിക്കുന്നു. അവൻ ഒറ്റ വെട്ടിനെ തന്നെ ടാങ്കിനെ ഇല്ലാതാക്കുന്നു. ബാക്കിയുള്ള ഐസ് ബീഡ്സിനെ അവൻ നശിപ്പിച്ചു കളയുന്നു. ജിനു അങ്ങനെ അവസാനം കെമോഫ്ലേജ് മാറ്റുന്നു. ആ നൈറ്റ് ഇത് കണ്ട് ഞെട്ടുന്നു. പക്ഷെ അവൻ ഒരു നിമിഷം പോലും കളയാതെ ജിനുവയ്ക്ക് നേരെ വരുന്നു. അവന്റെ സ്പിയർ കൊണ്ട് ജിനുവെ വെട്ടാൻ ശ്രമിച്ചെങ്കിലും ജിനു അത് ഡോഡ്ജ് ചെയ്ത് അവന്റെ കഴുത്തിലിട്ട് വലിയൊരു കിക്ക് കൊടുക്കുന്നു. ഈ ഒറ്റ കിക്കിൽ ആ നൈറ്റ് എത്തിയിരുന്നു. ബാക്കിയുള്ള 2 പേര് ഇത് കണ്ട് ജിനുവയ്ക്ക് നേരെയായി കുതിക്കുന്നു. പക്ഷെ ജിനുവയുടെ മൂവ്മെന്റ്സ് അവർക്ക് ട്രാക്ക് ചെയ്യാൻ പോലും പറ്റാത്തത് കൊണ്ട് അവർ പേടിച്ച് വിറയ്ക്കാനായി തുടങ്ങുന്നു. ഒറ്റ നിമിഷത്തിൽ അവൻ 2 നൈറ്റ്സിനെയും ഇല്ലാതാക്കുന്നു. നമുക്ക് കാണാൻ കഴിയും ഓരോ നൈറ്റിനും 3000 എക്സ്പീരിയൻസ് അവന് കിട്ടുന്നതായിട്ട്. ഇതെല്ലാം കണ്ട് ഡീമൺ നോബിൾ ഇവിടെ നല്ലതുപോലെ പേടിച്ച് വിറയ്ക്കാനായി തുടങ്ങുന്നു. ജിനോട് പറയുന്നു, എനിക്ക് എപ്പോഴും ഉള്ളൊരു സംശയമായിരുന്നു മോൺസ്റ്റേഴ്സിന് പേടി കാണുമോ. എന്തായാലും എനിക്ക് അതിനുള്ള ഉത്തരം ഇന്ന് കിട്ടി.